മുൻപ് പറഞ്ഞതുപോലെ ഓരോ ട്രാൻസാക്ഷനും ഗിവ് ആൻഡ് ടേക്ക് എന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അതാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്നത് എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ട്സിനെ ബാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറഞ്ഞത് രണ്ടിടങ്ങളിലെങ്കിലും അതിന്റെ എഫക്റ്റ് കാണിക്കണം. ഓരോ ട്രാൻസാക്ഷനിലും ഡെബിറ്റും ക്രെഡിറ്റുമായി രേഖപ്പെടുത്തുന്ന എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. അതായത് അക്കൗണ്ടിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് എന്ത്? ടോട്ടൽ ഡെബിറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ് എന്നുള്ളത്. ഇനി ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അക്കൗണ്ട്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ടി അക്കൗണ്ട്സ്. ഇത് ടി ആകൃതിയിലുള്ള ഒരു സിമ്പിൾ ഫോർമാറ്റ് ആണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് അമൗണ്ട്സും റൈറ്റ് സൈഡ് ഓഫ് ദ ടി അക്കൗണ്ട് ക്രെഡിറ്റ്സ് അമൗണ്ട്സും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ടു ഡെബിറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇടതുവശത്ത് തുക രേഖപ്പെടുത്തുക എന്നുള്ളത്. ടു ക്രെഡിറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ വലതുവശത്ത് തുക രേഖപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ കോർ പ്രിൻസിപ്പിൾസ് പറയുന്നത് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഗിവ് ആൻഡ് ടേക്ക് ആസ്പെക്ട്. ഓരോ ട്രാൻസാക്ഷനും ഒരു ടേക്ക് ആസ്പെക്റ്റും അതേപോലെ ഗിവ് ആസ്പെക്റ്റും ഉണ്ട്. ഓരോ ട്രാൻസാക്ഷനും മിനിമം 2 അക്കൗണ്ട്സിലെങ്കിലും 2 അക്കൗണ്ടിലെങ്കിലും നമുക്ക് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ ടോട്ടൽ ഡെബിറ്റ്സ് എപ്പോഴും ടോട്ടൽ ക്രെഡിറ്റ്സിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ പഠിച്ചത്? ടി അക്കൗണ്ട്. ടി അക്കൗണ്ട് എന്ന് പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ടി പോലുള്ള ഒരു അക്കൗണ്ട്. അതിന്റെ ഡെബിറ്റ് സൈഡ് എവിടെ വരും? ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പോൾ ഏതെങ്കിലും എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം പറഞ്ഞാൽ അക്കൗണ്ട്സിന്റെ ലെഫ്റ്റ് സൈഡ് ആക്കുക, ക്രെഡിറ്റ് ചെയ്യണം പറഞ്ഞാൽ റൈറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യാം. അതാണ് ടി അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഏതെങ്കിലും ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്താൽ, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും, ലെഫ്റ്റ് സൈഡ് കാണിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ലൈബിലിറ്റീസോ ഇൻകോ ആണ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിന്റെ റൈറ്റ് സൈഡ് നമ്മൾ കാണിക്കും. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗുഡോ ബാഡോ, നല്ലത് ചീത്ത അങ്ങനെ ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു ഡയറക്ഷണൽ ടൂൾ മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡയറക്ഷണൽ ടൂൾ. ഏത് ഭാഗത്ത് അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡയറക്ഷണൽ ടൂൾ മാത്രമാണ് എന്ത്? ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കുറച്ചും കൂടി സമ്മറൈസ് ചെയ്തിട്ട് എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എവറി ട്രാൻസാക്ഷൻ ഇൻ ബിസിനസ് അഫക്ട് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഓരോ ബിസിനസ്സിലുള്ള ഓരോ ട്രാൻസാക്ഷനും മിനിമം എത്ര അക്കൗണ്ട്സിനെ എഫക്ട് ചെയ്യും? 2 അക്കൗണ്ട്സിനെ എഫക്ട് ചെയ്യും. നമുക്ക് അക്കൗണ്ട്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അസറ്റ് അക്കൗണ്ട്സിനെ നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? 5 ആയിട്ട്. അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻഡിച്ചർ ഓർ ലോസസ്, റവന്യൂ ഓർ ഗെയിൻസ്. നമ്മൾ അക്കൗണ്ട്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻഡിച്ചർ ഓർ ലോസ്, റവന്യൂ ഓർ ഗെയിൻ. ഇങ്ങനെ 5 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ അക്കൗണ്ട്സ് എപ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യണം, ഈ അസറ്റ് അക്കൗണ്ട് എപ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യണം, എപ്പോഴൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ബേസിക് റൂൾസ് ആണ് ഇവിടെ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചാൽ തന്നെ അക്കൗണ്ടിങ് എൻറ്റർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ ബേസിക് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മളിപ്പോ അസറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു മിഷനറി വാങ്ങിക്കുകയാണ്. മിഷനറി എന്നുള്ളത് ഒരു അസറ്റ് ആണ്. ഓക്കെ, മിഷനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യുക? മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇവിടെ മിഷനറി എന്നുള്ളതും അതേപോലെ ക്യാഷ് എന്നുള്ളതും അസറ്റ് ആണ് അല്ലെ? മിഷനറി വാങ്ങിച്ചപ്പോൾ നമുക്ക് എന്തായി? മിഷനറി നമ്മുടെ കയ്യിൽ ഉണ്ടായി അല്ലെ? അപ്പൊ മിഷനറി എന്നുള്ള ഒരു അസറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ, ഡെറ്റർ പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ മിഷനറിയെ നമ്മൾ എന്ത് ചെയ്തു? മിഷനറി കൂടിയപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു. മിഷനറി അക്കൗണ്ട് ഡെറ്റർ
ടു ക്യാഷ്. ടു ക്യാഷ് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്തു, നമ്മൾ അതിനെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തത്? ക്യാഷ് ഒരു അസറ്റ് ആണ്. മിഷനറി വാങ്ങിച്ചപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു. അപ്പൊ അവിടെ ക്യാഷ് കുറഞ്ഞു, ക്യാഷ് ആയിട്ടുള്ള അസറ്റ് കുറഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിനെ ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ അസറ്റ് ആണ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു അക്കൗണ്ട് അസറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് എക്സ്പെൻസ് ഓർ ലോസസ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നോക്കാം. എക്സ്പെൻസോ ലോസസോ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസോ ലോസസോ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് എക്സ്പെൻസ്, നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത് എന്താണ്? ബിസിനസിന്റെ ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ ക്യാഷ് ആയിട്ട് സാലറി കൊടുക്കുകയാണ്. എങ്ങനെയായിരിക്കും എൻട്രി വരിക? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ സാലറി എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ആ എക്സ്പെൻസ് എന്താണ്? കൂടുകയാണ്. സാലറി കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ, എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. നമ്മൾ ക്യാഷ് എന്നുള്ളത് ഒരു അസറ്റ് ആണ്. അസറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അസറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ എക്സ്പെൻസ് ആണ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെൻസ് കൂടിയാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ലയബിലിറ്റീസ്. ഇതില് അസറ്റ് ആണെന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ആണ് ലോസ് ആണെന്നുണ്ടെങ്കിലും സെയിം ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ഇതിന് രണ്ടിനും സെയിം ആയിട്ട് വരുന്നത്? എന്താണ്? അസറ്റോ എക്സ്പെൻസോ ലോസോ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റോ എക്സ്പെൻസോ ലോസോ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് അക്കൗണ്ട്സിനും അതിന്റെ റൂള്, ബേസിക് റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയുന്നത് സെയിം ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കാം? ലയബിലിറ്റീസ് നോക്കാം. ലയബിലിറ്റീസിന്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റീസ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റീസ് കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റീസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പോ ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണ്. ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലെ? ക്യാഷ് കിട്ടും. പകരം ലോൺ എന്നുള്ള ഒരു ലയബിലിറ്റി അവിടെ ഉണ്ടാവുകയാണ്. അവിടെ ഒരു ലയബിലിറ്റി കൂടുകയാണ് നമ്മുടെ. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരിക? ലോണ് എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ്, ക്യാഷ് കൂടുന്നു. ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ലോണിനെ ക്രെഡിറ്റ് ചെയ്യണം. എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? എപ്പോഴാണോ ലയബിലിറ്റി കൂടുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എങ്ങനെ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ലോൺ. അപ്പൊ ക്യാഷ് കൂടിയപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം അതിനെ ക്യാഷ് കൂടിയപ്പോൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നമ്മുടെ ലയബിലിറ്റി ആയിട്ടുള്ള ബാങ്ക് ലോണും കൂടി അല്ലെ? കൂടിയപ്പോൾ എന്ത് ചെയ്തു? ബാങ്ക് ലോൺ കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ലയബിലിറ്റീസ് ആണ് അക്കൗണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റല് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഹിത് 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയായിരുന്നു വന്നത്? 5 lakh rupees ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണ് അല്ലെ? ബിസിനസ് തുടങ്ങാനായിട്ട് 5 lakh rupees ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ ക്യാഷ് കൂടി. ക്യാഷ് എന്നുള്ളത് എന്താണ്? ഒരു അസറ്റ് ആണ്. അസറ്റ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ ലയബിലിറ്റി സൈഡാണ് കാണിക്കുക അല്ലെ? അപ്പൊ ക്യാപിറ്റൽ കൂടിയപ്പോൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് 5 lakh rupees ഈ പറഞ്ഞ പോലെ രോഹിത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാഷും കൂടി അതേപോലെ ക്യാപിറ്റലും കൂടി. ക്യാഷ് കൂടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടി എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് വരും. അപ്പൊ ലയബിലിറ്റീസിന്റെയും ക്യാപിറ്റലിന്റെയും ട്രീറ്റ്മെന്റ്, ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും ട്രീറ്റ്മെന്റ് ഒന്നാണ്. കാരണം ലയബിലിറ്റിയോ ക്യാപിറ്റലോ കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റിയോ ക്യാപിറ്റലോ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് റവന്യൂ ഓർ ഗെയിൻ. നമുക്ക് എന്തെങ്കിലും റവന്യൂ ഗെയിനോ
ഉണ്ടാവുകയാണ്, കൂടുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് റവന്യൂ, സെയിൽസ് റവന്യൂ ഉണ്ടാവുകയാണെങ്കിൽ, സെയിൽ നടത്തി നമുക്ക് ക്യാഷ് വരികയാണ്. അപ്പൊ സെയിൽ നടത്തി ക്യാഷ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ക്യാഷ് വരുമ്പോ എന്താണ്? ക്യാഷ് കൂടുകയാണ്. ക്യാഷ് വരുന്നു എന്ന് അർത്ഥം എന്താണ്? ക്യാഷ് അസറ്റ് ആണ്. അപ്പൊ ക്യാഷ് ഇൻക്രീസ് ആവുകയാണ്. ക്യാഷ് ഇൻക്രീസ് ആവുമ്പോ അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റവന്യൂ ആണ്. അപ്പൊ റവന്യൂ കൂടുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? റവന്യൂ കൂടുമ്പോ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു എൻട്രി വരിക? സെയിൽസ് നടത്തിയ സെയിൽ എന്നുള്ളത് ഒരു റവന്യൂ ആണ്, ക്യാഷ് എന്നുള്ളത് ഒരു അസറ്റും ആണ്. അപ്പൊ അസറ്റും കൂടി അതേപോലെ റവന്യൂവും കൂടി. അസറ്റ് കൂടിയപ്പോ എന്ത് ചെയ്തു? നമ്മൾ ഡെബിറ്റ് ചെയ്തു. റവന്യൂ കൂടിയപ്പോ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പൊ റവന്യൂ ഗെയിനോ കൂടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ഗെയിനോ കുറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അസറ്റ്, എക്സ്പെൻഡിച്ചർ, ലോസ്, ഈ രണ്ടെണ്ണത്തിന്റെയും ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ഓർ ഗെയിൻ, ഇത് കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ബേസിക് അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും അസറ്റിന്റെയും എക്സ്പെൻഡിച്ചർ ഓർ ലോസിന്റെയും ട്രീറ്റ്മെന്റ് സെയിം ആണ്. അതേപോലെ ക്യാപിറ്റൽ, ലൈബിലിറ്റി, റവന്യൂ ഓർ ഗെയിൻ, ഇതിന്റെ ട്രീറ്റ്മെന്റും സെയിം ആണ്. ഓക്കെ, ഈ റൂൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ ലെഡ്ജർ പോസ്റ്റിങ്ങിനും ഒക്കെ സിമ്പിൾ ആയിട്ട് നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് റൂള് പഠിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്ട്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ എന്താ പറയുന്നത്? റോഹിൻ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ₹5 lakh. നമ്മൾ ഈ എക്സാമ്പിൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? 5 lakh. രോഹിത് പറഞ്ഞിട്ടുള്ള ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവരുടെ ക്യാപിറ്റൽ ആയിട്ട്, ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് എത്ര രൂപയാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 5 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ബിസിനസ്സിൽ വന്നിട്ട് എന്തായി? ക്യാഷ് കൂടി. ക്യാഷ് എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ആൻ അസറ്റ്. അതേസമയം ക്യാപിറ്റൽ പറയുന്നത് എന്താണ്? ഓണേഴ്സ് ഇക്വിറ്റി, അതും കൂടി അല്ലെ? അപ്പൊ അസറ്റ്, ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ കൂടി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ രോഹിത് സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ₹5 lakh. അപ്പൊ അതിന്റെ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 5 lakh rupees വെച്ചിട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താ പറയുന്നത്? ₹4,80,000 മൂവ്ഡ് ഫ്രം ക്യാഷ് ടു ബാങ്ക്. 5 lakh rupees ക്യാഷ് ആയിട്ട് രോഹിത് ബിസിനസ്സിൽ കൊണ്ടുവന്നു അല്ലെ? അപ്പൊ അതില് 4,80,000 rupees എടുത്തിട്ട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആദ്യത്തെ 4,80,000 രൂപ എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷും ബാങ്കും രണ്ടും എന്താണ്? അസറ്റ് ആണ് അല്ലെ? അപ്പൊ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോടെ ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷിന് എന്തുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ കയ്യിൽ 5 lakh ഉണ്ടായിരുന്നു, അതിനകത്ത് 4,80,000 എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ക്യാഷ് എന്തായി? കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇതിന്റെ എൻട്രി എങ്ങനെയാ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 4,80,000 വരും. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മള് ഫർണിച്ചർ പർച്ചേസ് ചെയ്യണം. ഫർണിച്ചർ ബ്രോഡ് for ₹60,000 യൂസിങ് ചെക്ക്. ചെക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ 60,000 രൂപ വിലയുള്ള ഒരു ഫർണിച്ചർ വാങ്ങിക്കുകയാണ്. ഫർണിച്ചർ പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണ്. അതേപോലെ തന്നെ ചെക്ക് കൊടുത്തു എന്നർത്ഥം ബാങ്കിൽ നിന്ന് നമ്മൾ എമൗണ്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ബാങ്കും എന്താണ്? നമ്മുടെ അസറ്റ് ആണ്. അസറ്റിന്റെ റൂൾ എങ്ങനെയാ വരിക? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഫർണിച്ചർ എന്നുള്ള അസറ്റ് ആണ് കൂടിയിരിക്കുന്നത്. അപ്പൊ ഫർണിച്ചറിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് കുറഞ്ഞു. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ എൻട്രി വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 60,000. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്
എത്രയാണ്? 60,000. ഇനി അടുത്തത് ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് വാങ്ങിക്കാൻ പോകുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി ബ്രോഡ് ഫോർ റുപ്പീസ് 10,000. പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു. എന്നിട്ട് റുപ്പീസ് 10,000 ക്യാഷ് പെയ്ഡ്. അതിൽ 10,000 മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് ക്യാഷ് ആയിട്ട് പേ ചെയ്തത്. റുപ്പീസ് 1,50,000 പേയബിൾ. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ വാങ്ങിച്ചു. അതിൽ 10,000 രൂപ നമ്മൾ ഇപ്പൊ ക്യാഷ് ആയിട്ട് കൊടുത്തു. ബാക്കി 1,15,000 രൂപ എന്ത് ചെയ്തു? പിന്നീട് തരാം, പേയബിൾ. പിന്നീട് തരാ പറഞ്ഞിട്ട് നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില എത്രയാണ്? 10,000 നമ്മൾ ഇപ്പൊ കൊടുത്തു. ഇനി എത്ര കൊടുക്കാണ്ട്? 1,15,000 കൊടുക്കാണ്ട്. അപ്പൊ ടോട്ടൽ ആ മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1,25,000. 1,25,000. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള ഒരു അസറ്റ് ആണ്. അപ്പൊ അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാഷ് എന്നുള്ളത് ഒരു അസറ്റ് ആണ്. ക്യാഷ് നമ്മൾ അവിടെ കൊടുക്കുക ചെയ്യുന്നത്, നമ്മുടെ ഇന്ന് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, അസറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ 1,15,000 എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കാനുണ്ട് അല്ലെ? അത് നമ്മുടെ ലൈബിലിറ്റി ആണ്. അപ്പൊ ആ ലൈബിലിറ്റി നമ്മുടെ കൂടുകയാണ്. നമുക്ക് അത്രയും ബാധ്യത വരികയാണ്. നമ്മുടെ ബാധ്യത കൂടുകയാണ്. ലൈബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരും? പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ 1,25,000. ആ പ്ലാന്റിന്റെ മൂല്യം പറയുന്നത് എത്രയാണ്? ടോട്ടൽ 1,25,000 ആണ്. എന്നിട്ട് നമ്മൾ എത്ര രൂപ കൊടുത്തു? 10,000 കൊടുത്തു. അത് നമ്മുടെ അസറ്റ് ആണ്. ക്യാഷ് ആയിട്ടുള്ള അസറ്റ് 10,000 രൂപ കൊടുത്തു. അപ്പൊ അത്രയും രൂപ എന്താണ്? കുറയാണ്. അപ്പൊ അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ 1,25,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ 1,25,000 ടു ക്യാഷ്. ക്യാഷിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു ക്യാഷ് 10,000. ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബാക്കി 1,15,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട് അല്ലെ? നമ്മുടെ ലൈബിലിറ്റി കൂടുകയാണ്. ലൈബിലിറ്റി കൂടി എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ രാംജി ലാൽസ് അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള ആള്, രാംജി ലാൽ പറഞ്ഞിട്ടുള്ള ആൾക്കാണ് ഈ 1,15,000 രൂപ നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പൊ ടു രാംജി ലാൽസ് അക്കൗണ്ട് എത്രയാണ്? 1,15,000. നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട്സിന് മുന്നേ എന്ത് ചെയ്യും? 2 എന്നുള്ളത് എഴുതും. അപ്പൊ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യാനുള്ളത് എത്രയാണ്? 1,25,000. ഇനി ക്രെഡിറ്റ് ചെയ്യാൻ നമുക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റ് ചെയ്യാൻ ഏതൊക്കെയാ ഉള്ളത്? ക്യാഷ് 10,000 അതേപോലെ ലൈബിലിറ്റി ആയിട്ടുള്ള രാംജി ലാൽ അക്കൗണ്ട് പറഞ്ഞിട്ട് 1,15,000 ഇടണം. നമ്മൾ പറഞ്ഞു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ പ്ലാന്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1,25,000. ക്യാഷ് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 10,000. അതേപോലെ ആ ലൈബിലിറ്റി ആയിട്ട് രാംജി ലാലിന്റെ അക്കൗണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതും എത്രയാണ്? 1,15,000. അപ്പൊ 1,25,000 ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് 10,000 പ്ലസ് 1,15,000. അപ്പൊ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 1,25,000. അപ്പൊ ഡെബിറ്റ് സൈഡും ഈക്വൽ ആയി, ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയി. ഇത് ഒരു ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും ഉള്ള ഒരു എൻട്രിയാണ്. ഒരു ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും ഉള്ള ഒരു എൻട്രി. ഒരു ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും ഉള്ള എൻട്രി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉള്ള എൻട്രി. അങ്ങനത്തെ ട്രാൻസാക്ഷനെ നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ എന്നാ പറയാ. അപ്പൊ ഈ ഒരു എൻട്രി വന്നിട്ട് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതിന് മുന്നേ ഉള്ളത് എല്ലാം ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഉള്ള എക്സാമ്പിൾ ആയിരുന്നു? സിമ്പിൾ ട്രാൻസാക്ഷൻ ഉള്ള എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം സുമിത് ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 55,000. സുമിത് ട്രേഡേഴ്സ് പറഞ്ഞിട്ടുള്ള ആളുടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 55,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ക്യാഷിനാണോ പർച്ചേസ് ചെയ്തത്? അല്ല, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു എന്നുള്ളതിന് അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നില്ല, പിന്നീടായിരിക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടാവുക അല്ലെ? അപ്പൊ സുമിത് ട്രേഡേഴ്സിന് കടത്തിന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് അല്ലെ? അപ്പൊ പർച്ചേസ് ചെയ്തു. പർച്ചേസ് എന്നുള്ളത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ സുമിത് ട്രേഡേഴ്സ് പറയുന്ന ആളാരാണ്? നമ്മുടെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ മീൻസ് നമ്മൾ കൊടുക്കാനുള്ള, നമ്മൾ ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്താണ്? ബിസിനസ്സിന് ഒരു ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി അവിടെ കൂടുകയാണ് അല്ലെ? നമുക്ക് 55,000 രൂപയുടെ ലൈബിലിറ്റി, ബാധ്യത അവിടെ ഉണ്ടാവുകയാണ്, നമ്മൾ കൊടുക്കാനുണ്ട്.
അപ്പൊ ലൈബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെയാ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സുമിത് ട്രേഡേഴ്സ്. എങ്ങനെയാണ് ഇതിന്റെ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എക്സ്പെൻസ് കൂടി, അപ്പൊ ഡെബിറ്റ് ചെയ്തു ടു സുമിത് ട്രേഡേഴ്സ്. സുമിത് ട്രേഡേഴ്സ് പറയുന്നത് ആരാണ്? ക്രെഡിറ്റർ ആണ്, ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഗുഡ്സ് സോൾഡ് ടു രാജൻ എന്റർപ്രൈസസ് ഫോർ ₹35,000. രാജൻ എന്റർപ്രൈസസിന് നമ്മൾ സാധനം വിൽക്കുകയാണ്. വിറ്റത് നമുക്ക് കാശ് കിട്ടിയോ? ഇല്ല. അയാൾ എന്താ നമ്മുടെ അടുത്ത് പറയുന്നത്? പിന്നീട് പൈസ തരാം. കടത്തിന് അവര് നമ്മുടെ നിന്ന് സാധനം വാങ്ങിക്കുകയാണ്. അപ്പൊ രാജൻ എന്റർപ്രൈസസ് നമ്മുടെ ഡെപ്റ്റർ ആണ്. ബിസിനസിന് പൈസ തരാനുള്ള ആൾക്കാർ എന്താ പറയാ? ഡെപ്റ്റർ. അപ്പൊ ഡെപ്റ്റർ എന്താണ്? ഇറ്റ് ഈസ് ആൻ അസറ്റ്. ബിസിനസിന് പൈസ തരാനുള്ള ആള് ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റ് ആണ്, അല്ലെ? അപ്പൊ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റവന്യൂ ആണ്. റവന്യൂ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ എൻട്രി വരിക? രാജൻ എന്റർപ്രൈസസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 35,000. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? രാജനല്ല, രജനി എന്റർപ്രൈസസ്. രജനി എന്റർപ്രൈസസ് എന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ രജനി എന്റർപ്രൈസസിന് നമ്മൾ രജനി എന്റർപ്രൈസസിന് നമ്മൾ സാധനം വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഒരു ഡെപ്റ്റർ ഉണ്ടാവുന്നു. ഡെപ്റ്റർ പറയുന്ന ഒരു അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് പറയുന്നത് ഒരു റവന്യൂ ആണ്. സെയിൽസ് നമ്മൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ, റവന്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെ വരും? രജനി എന്റർപ്രൈസസ് അക്കൗണ്ട് ടു സെയിൽസ്. അടുത്തത് നമ്മൾ ഒരു എക്സ്പെൻസ് പേ ചെയ്യണം. അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു എക്സ്പെൻസ് പേ ചെയ്യാൻ പോവാണ്. റെന്റ് പെയ്ഡ് ₹2,500 ഇൻ ക്യാഷ്. റെന്റ്, വാടക കൊടുക്കണം. നമ്മളിപ്പോ ഒരു ഷോപ്പ് നടത്തുകയാണ്. അത് ഒരു വാടകയ്ക്ക് എടുത്ത ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു കടയിലാണ് നമ്മൾ നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാസം മാസം എന്ത് കൊടുക്കണം? അതിന്റെ വാടക കൊടുക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ റെന്റ് ₹2,500 ക്യാഷ് ആയിട്ട് പേ ചെയ്യണം. റെന്റ് എന്നുള്ളത് എന്താണ്? ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോ ഇവിടെ റെന്റ് കൊടുക്കുന്നതിലൂടെ റെന്റ് എന്നുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവുന്നു, എക്സ്പെൻസ് കൂടുന്നു, ക്യാഷ് എന്നുള്ള അസറ്റ് കുറയുന്നു. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് എന്നുള്ള എക്സ്പെൻസ് കൂടുന്നു, നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ക്യാഷ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ടു ക്യാഷ് എന്ന് പറയുന്നത്. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് അതിന്റെ എൻട്രി വരിക. ഇനി അടുത്തത് സാലറി പെയ്ഡ് ₹5,000. റെന്റ് ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിനുള്ള ഒരു എക്സ്പെൻസ് ആണ് എന്ത്? സാലറി. അപ്പൊ സാലറി എന്നുള്ള ഒരു എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി നമ്മൾ എങ്ങനെയാ പേ ചെയ്യുന്നത്? ക്യാഷ് കൊടുക്കണം, അല്ലെ? ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സാലറി പെയ്ഡ് ₹5,000. അതിന്റെ എൻട്രി എങ്ങനെ വരും? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ സാലറി പേ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? സാലറി പേ ചെയ്യുമ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,000. അങ്ങനെയാണ് അതിന്റെ എൻട്രി വരിക. ഇനി അടുത്തത് രജനി പേസ് ₹35,000 ബൈ ചെക്ക്. രജനി പറഞ്ഞിട്ടുള്ള ഒരാള് എന്ത് ചെയ്തു? 35,000 രജനി, നമ്മളിപ്പോ ഇവിടെ രജനി എന്റർപ്രൈസസിന് വന്നിട്ട് ഇവിടെ കടത്തിന് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ അസറ്റ്, അതായത് നമ്മുടെ ഡെപ്റ്റർ കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഡെപ്റ്റർ കൂടിയപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ രജനി കുറച്ച് കഴിഞ്ഞപ്പോ ആ ₹35,000 നമുക്ക് എന്ത് ചെയ്യാണ്? തരികയാണ്, തിരിച്ച് തരികയാണ്. നമ്മൾ കടത്തിന് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് നമുക്ക് തിരിച്ചു തരികയാണ്. അപ്പൊ അങ്ങനെ ചെക്കായിട്ടാണ് നമുക്ക് തരുന്നത്. ചെക്കായിട്ട് തരുന്നു പറഞ്ഞാൽ അത് നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്കിലെ ബാലൻസ് കൂടുന്നു. അപ്പൊ എന്തായി? ബാങ്ക് എന്നുള്ള അസറ്റ് കൂടുകയാണ്. അപ്പൊ അതിന് ഡെബിറ്റ് ചെയ്യണം. അതേപോലെ രജനി എന്നുള്ള ഡെപ്റ്റർ കുറയുകയാണ്. ഡെപ്റ്റർ പറയുന്നത് എന്താണ്? നമുക്ക് തരാനുള്ള ആളായിരുന്നു, അല്ലെ? അത് ഡെപ്റ്റർ കുറയുമ്പോൾ എന്ത് ചെയ്യണം? അതായത് ഡെപ്റ്റർ എന്നുള്ള ഒരു അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തരാനുള്ള ആള് പൈസ തിരിച്ചു തരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു രജനി 35,000. അപ്പൊ ഈ ഒരു എക്സാമ്പിളിനുള്ള നമുക്ക് അസറ്റ് കൂടുമ്പോ, അതേപോലെ കുറയുമ്പോൾ, ലൈബിലിറ്റി കൂടുമ്പോ കുറയുമ്പോ, ക്യാപിറ്റൽ, എക്സ്പെൻസ്,
കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് എപ്പോൾ ഡെബിറ്റ് ചെയ്യണം എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന പോർഷൻസ് എല്ലാം പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂള് വൃത്തിയായിട്ട് ആദ്യം പഠിക്കണം.